അനാഥപ്രേതങ്ങൾ വല്ലതും കണ്ടതായിട്ട് പത്രത്തിലുണ്ടോ എന്ന് നോക്കി ശേഷംകുട്ടി വായിച്ചിട്ട് വിശദമായിട്ട് വരും പറയൂ. എന്താ തന്റെ വല്ലവരെ കാണാൻ പോയിട്ടുണ്ടോ? നമ്മുടെ അനന്തൻ കുറുപ്പ് പോയിട്ട് ആഴ്ചകൾ കഴിഞ്ഞില്ലേ? ആ കാല് മാറ്റട്ടെ. പഞ്ചാര ഇട്ടിട്ടുണ്ടല്ലോ. എന്താ മുഖത്തൊരു ക്ഷീണം. ഇന്നലെ ഉറങ്ങിയില്ലല്ലേ? വീട് മാറി കിടന്നുകൊണ്ടായിരിക്കും. ഉറക്കം വരില്ല. എനിക്കും അങ്ങനെ വീട് മാറി ഉറക്കമേ വരില്ല. കൃഷ്ണ അല്ലേ? ചായ കുടിക്കുക. ചാരായം അല്ല, ഇത് ഒറ്റ വലിക്ക് അകത്താക്കാൻ. ചായ ചൂടാ. നമുക്ക് രജിസ്റ്റർ ഓഫീസ് വരെ ഒന്ന് പോണം. ഓ ഇനി അത് വേണോ? 4 ആൾ അറിയാം. ഒരെണ്ണത്തിനെ കിട്ടിയില്ലേ? ആ നമ്പൂരിയുടെ പറമ്പിൽ ഇടപാടുന്ന. അയ്യോ, ആ പറമ്പിലല്ലേ അമൃതം പൊന്നമ്മ കുടിയടക്കുന്നത്. അത് നമുക്ക് വഴി ഉണ്ടാക്കണം. ചായ കുടിച്ചോട്ടെ. ഇവള് സമ്മതിക്കാത്തോണ്ടാ. ഞാനില്ലെങ്കിൽ അവനെ അരിഞ്ഞിട്ടേനെ. അനന്തൻ എങ്ങോട്ടാണ് പോയതെന്ന് ഒരു വിവരവും ഇല്ലല്ലോ ഭവാനി. അനന്തം വരുവക്ക, എന്റെ മനസ്സ് പറയുന്നു. എല്ലാവരും എന്റെ കുഞ്ഞിനെ പഴിച്ചല്ലോ. ആ എല്ലാം വിധിയെന്ന് കരുതി സമാധാനിക്കാം. ആ വീട്ടിലെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ? ഭവാനിക്ക് കട തുറന്നുകൂടെ? ഞാനും അമ്മയോട് പറഞ്ഞതാ. പറയുമ്പോ തീർന്നു. അങ്ങനെ വിചാരിച്ചാൽ എങ്ങനെയാ? കട തുറക്കണം. സംഭവിക്കേണ്ടതെല്ലാം സംഭവിച്ചു. ഇനി എല്ലാം നേരിടുക തന്നെ. എന്താ വേണ്ടെന്ന് വെച്ചാല് ചോദിക്കാൻ മടിക്കണ്ട. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ അക്ക. വാടി. മഹാലക്ഷ്മി, മോളെ മഹാലക്ഷ്മി, ഈ വീട്ടിന്റെ റാന്തലെന്ത്? ഈ വീട്ടിലെ നിലവിളക്കവിടെ. മഹാലക്ഷ്മി. മഹാലക്ഷ്മിയോ? പിന്നല്ലാതെ നീ സുജാതയല്ല, മഹാലക്ഷ്മി. ഈ വീടിന്റെ നിലവിളക്കാണ്. നീ എന്റെ മരുമകളല്ല, എന്റെ മകളാണ്. എന്റെ പല്ലും എന്റെ കണ്ണും എന്റെ മൂക്കും ആണ് നിനക്കുള്ളത്. നിന്റെ ചിരിയാണ് എന്റെ ചിരി. എന്റെ മോക്ക് മഹാലക്ഷ്മി എന്ന് പേരിടാതെ സുജാത എന്ന് പേരിട്ട നിന്റെ അമ്മയെ എന്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ അകത്ത് പോകാം. ബോംബെ എന്ന് പറഞ്ഞാൽ നീ വിചാരിക്കുന്നത് അത്ര ദൂരമൊന്നുമില്ല. ജീവിക്കാൻ വേണ്ട കാശും സ്വന്തമായ ഒരു ഫ്ലാറ്റും ഉണ്ടെങ്കിൽ പരമസുഖമാണ്. എനിക്ക് നാട്ടിൽ കഴിയുന്നതാ എനിക്കിഷ്ടം. എനിക്ക് നേരെ മറിച്ച ഭർത്താവിന്റെ ഇഷ്ടാനിഷ്ടങ്ങളോട് യോജിച്ചു പോകുന്നതല്ലേ ഒരു ഉത്തമ ഭാര്യ ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ചേട്ടന്റെ ഇഷ്ടം എന്താണോ അതാണ് എന്റെ ഇഷ്ടം. ആ ഞാനൊരു കാര്യം തിരക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്താണാവോ എന്റെ പ്രിയതമയ്ക്ക് അറിയേണ്ടത്? ആ വീട്ടുകാരന് നമ്മളോട് മിണ്ടില്ലേ? അവരൊന്നും നമ്മുടെ സ്റ്റാറ്റസിനെ പറ്റുന്ന ആൾക്കാരല്ല. നീ വന്നേ, എനിക്ക് വിശക്കുന്നു. ഇത് വെച്ചു. എന്താ കുഞ്ഞിത്? ഈ പറമ്പ് ഞാൻ വാങ്ങിയ വിവരം പൊന്നമ്മ അറിഞ്ഞാണല്ലോ. എനിക്ക് ഇവിടെ ചില ബിസിനസ്സുകളൊക്കെ തുടങ്ങാനുള്ള പരിപാടിയുണ്ട്. 5000 രൂപയുണ്ട്. ഒരാഴ്ചക്കുള്ളിൽ പൊന്നമ്മ സൗകര്യമായിട്ട് എങ്ങോട്ടെങ്കിലും മാറണം. 15 വർഷമായി ഞാൻ. പൊന്നമ്മേ മാറിയേ പറ്റൂ. എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണേ. കൃത്യമായി വാടക തരുന്ന സ്വഭാവമായിരുന്നു ഭാസ്കരൻ നായരുടേത്. ഇനിയിപ്പോ കടയൊന്ന് പച്ച പിടിക്കുന്നവരെ എനിക്ക് വാടക വേണ്ട. ഇപ്പൊ തന്നെ ഒരുപാട് സഹായങ്ങളായില്ലേ? ഭവാനി ഒന്നും പറയണ്ട. ആ എല്ലാരും ഇരുന്നാട്ടെ, ചായ കുടിച്ചിട്ട് പോയാ മതി. ആദ്യത്തെ ചായ ഞാൻ തന്നെ എടുക്കാം. ആ ഇരുന്നാട്ടെ, അങ്ങോട്ട് ഇരുന്നാട്ടെ. ചേട്ടാ അലമാര ഇരുന്നെ ഓർണമെന്റ്സ് ഒന്നും കാണുന്നില്ല. ഞാൻ നിന്നോട് പറയാൻ വിട്ടുപോയി. ഞാൻ അതെടുത്തങ്ങ് പണയം വെച്ചു. വളരെ നാളായുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ് ഒരു കാർ വാങ്ങാന്നുള്ളത്. ആ നമ്പൂരിയുടെ പറമ്പിന്റെ ഇടപാട് കഴിഞ്ഞപ്പോഴത്തേക്കും ബാങ്ക് ബാലൻസ് തീർന്നു പോയി. അതുകൊണ്ടാ
എന്നോട് ഒരു വാക്ക് ചോദിക്കാമായിരുന്നില്ലേ? ഇത്തരം നിസ്സാര കാര്യങ്ങൾക്ക് ഭാര്യയുടെ സമ്മതം ചോദിക്കാന്ന് വെച്ചാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വിവാഹം കഴിഞ്ഞിട്ട് കുറച്ചു നാളല്ലേ ആയുള്ളൂ, അതിനു മുമ്പ് ആഭരണങ്ങൾ. നിന്റെ തന്ത ചത്തു പോയടി നിന്ന് പോങ്ങാൻ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഭാര്യയാണെന്ന് കരുതി എന്നെ ഭരിക്കാമെന്ന് വിചാരിക്കണ്ട. ഇവിടെ ഞാൻ പറഞ്ഞ ശരി, മനസ്സിലായോ? നിനക്കൊന്നും തോന്നരുത്, എന്റെ സ്വഭാവം എങ്ങനെയായി പോയി ഇന്ന് കരുതി എനിക്ക് നിന്നോട് സ്നേഹക്കുറവൊന്നുമില്ല. അവിടെ പോയിരിക്കും. മടങ്ങിപ്പോയാലുടൻ ആഭരണങ്ങൾ മുഴുവൻ തിരിച്ചെടുക്കാനുള്ള പണം ഞാൻ എത്തിച്ചേരാം. ഒരു സിപ്പ്. എനിക്ക് വേണ്ട. നിന്റെ വിഷമം മുഴുവൻ മാറട്ടെ. നിർബന്ധിക്കരുത്. ഓ, സംസ്കാരമില്ലാത്ത ഈ ശവത്തിനെ എന്റെ തലയെ കെട്ടിവെച്ചല്ലോ ഈശ്വരാ. കേശവൻകുട്ടി, കേശവൻകുട്ടിയില്ലേ? ഉണ്ട്. ആരാ? ഒരു ഫ്രണ്ടാ, സുധീർ. കയറിയിരിക്കും. ഇങ്ങെത്തിയോ? ഹലോ, ഞാനിന്ന് അങ്ങോട്ട് വരാനിരിക്കായിരുന്നു. പേപ്പേഴ്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട്, വേണമെങ്കിൽ നാളെ തന്നെ ഹാൻഡ് ഓവർ ചെയ്യാം. ഓ, ആയിക്കോട്ടെ. നമ്മൾ വാങ്ങുന്ന കാറ് ഈ സുധീറിന്റെയാ. ഞാൻ നിന്നെ നാളെ രാവിലെ വന്ന് കണ്ടോളാം. ഓ, എന്നാ ഞാൻ ഇറങ്ങുന്നു. ഓ ശരി. അപ്പൊ പറഞ്ഞ പോലെ. എന്നിട്ട് അനന്തം പിന്നെ ഇവിടേക്ക് വന്നിട്ടേ ഇല്ല. എങ്ങനെ വരാനാ? നാട്ടുകാരുടെ വിചാരം ഇപ്പോഴും ഇവിടുത്തെ കേശവൻകുട്ടി കുഞ്ഞ് പറഞ്ഞതാ ശരിയെന്നല്ലേ? പൊന്നമ്മ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു? ഇവിടുത്തെ ഏതാണുങ്ങളുടെ മനസ്സിലിരിക്കുന്ന രഹസ്യവും ഈ പൊന്നമ്മ അറിയും. അപ്പൊ കുഞ്ഞെ, കെട്ടിയോ നല്ല ഗുണത്തി ഇരിക്കുമ്പം പറഞ്ഞ് പൊന്നമ്മ ഒന്ന് സഹായിക്കണം. എനിക്ക് എന്റെ കുടി വിട്ട് എങ്ങും പോവാൻ വയ്യ. കേശവൻകുട്ടിയുടെ കാറ് വന്നു. മോനെ ഒന്ന് മാറ. മോനെ ഒന്ന് മാറട മരപ്പെട്ട്. മോനെ മോനെ. കേശവൻകുട്ടി വാങ്ങിച്ച കാറാണോ ഇത്? കേശവൻകുട്ടി വാങ്ങിച്ച കാറാണ്, പക്ഷെ എനിക്കാണ്. പിന്നെ ഇതേമാതിരി 3 എണ്ണം ബോംബെയിൽ വാങ്ങിച്ചിട്ടുണ്ട്. പാസ്പോർട്ട് കിട്ടിയില്ല. മോനെ, നീ അടുത്ത പ്രാവശ്യം വരുമ്പോ നിന്റെ കപ്പൽ ഇങ്ങോട്ട് കൊണ്ടുവരണം. എനിക്ക് ഇവിടുത്തെ ആറ്റിൽ ചോട്ടാനാണ്. എന്നാലേ നിന്റെ അച്ഛന്റെ പേരും നെലി ഈ നാട്ടുകാർക്ക് മനസ്സിലാവും. ഒന്ന് കാണട്ടെ. മാങ്ങ എന്നീ കറി കഴിച്ചിട്ട് ഈ നാട്ടിലൊക്കെ ഒന്ന് കറക്കിയിട്ട് കൊണ്ടുപോടാ. അച്ഛൻ കേറ്. കൈയെടുക്ക് പെയിന്റ് പോവും. ചാരല്ലേ എന്താ ഇങ്ങനെ? എന്തിങ്ങനെ? കണ്ട അലവലാതിക്ക് കയറിയിരിക്കാനുള്ള കാരണല്ലേ? പോ, കണ്ടില്ലേ? പോ സ്ഥലം വിട്. പോ. അങ്ങനെയല്ലെന്ന്. ഒന്ന് മാറുക പിള്ളേരെ, എല്ലാം കൊല്ലും ഞാൻ. അങ്ങോട്ട് മാറിയിരിക്കേ. ഞാനിരിക്കട്ടെ. എന്താണ് വണ്ടി സ്റ്റാർട്ട് ചെയ്തേ. മോനെ കണ്ടല്ലേ? മാറുക, മാറ്. എടാ, ഇവൻ ചത്തില്ലേ? ഈ നശിച്ചവനെതിരെ അച്ഛൻ ഈ കാറിൽ ആദ്യമായി യാത്ര ചെയ്യണ്ട.
മോനെ, നീ എവിടെയായിരുന്നടാ? അമ്മ എന്തുമാത്രം വിഷമിച്ചു. ഞാൻ മാമന്റെ അടുത്തായിരുന്നു, ബാലമാമന്റെ അടുത്ത്. എന്നിട്ട് എന്താ നീ ഇതുവരെ അറിയിച്ചില്ല? അമ്മ വാ പറയാം.